നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമുക്ക് എന്താണ് പ്രൊജക്ട്, അതേപോലെ തന്നെ പ്രൊജക്ട് പ്ലാനിംഗ്, ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്, അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് നോക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് പ്രോജക്ട്. So, a project is a set of activities or tasks that are undertaken to achieve a specific objective within a defined time frame and with limited resources. പ്രൊജക്ട് എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ, പലതരം പ്രൊജക്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രൊജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് കാണും അല്ലെ, ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മളുടെ പ്രൊജക്ട് എന്ന് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ. സോ അവിടെ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഡിഫൈൻഡ് ടൈം ഫ്രെയിം ആയിരിക്കും, അതേപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പൊ നമ്മളൊരു പ്രൊജക്ട് മുന്നോട്ട് വെക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു പ്രൊജക്ടിന്റെ ടൈം അല്ലെ, എത്ര സമയത്തിനുള്ളിൽ തീർക്കണം, അതേപോലെ ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റിസോഴ്സുകൾ, നമുക്ക് പലതരം റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരും അല്ലെ ആ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു റിസോഴ്സുകളെ പറ്റിയിട്ടും അതേപോലെ തന്നെ ടൈം ഫ്രെയിമും എല്ലാം നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. സോ project is a temporary organized human endeavor to provide a solution to an identified need. രണ്ടാമത് മറ്റൊരു തരത്തിൽ നമുക്ക് പ്രോജക്റ്റിനെ പറയാം. നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഒരു നീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു നീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ടെമ്പററി എൻഡേവർ ആയിട്ട് നമുക്ക് പ്രോജക്റ്റിനെ പറയാം. സോ എ പ്രോജക്ട് consist of a group of interlinked activities. ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരുപാട് ഇന്റർലിങ്ക്ഡ് ആക്ടിവിറ്റീസിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരുപാട് ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റീസിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്കൊരു പ്രൊജക്ടിനെ പറയാം. ഇനി നമുക്ക് പ്രൊജക്ടിന്റെ കുറച്ച് ഡെഫിനേഷൻസ് നോക്കാം. അസോസിയേഷൻ ഓഫ് പ്രൊജക്ട് മാനേജേഴ്സ് 1984 ഒരു പ്രൊജക്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ പ്രൊജക്ട് ഈസ് എ ടാസ്ക് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഔട്ട്കം വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. It involves the complex interaction of resource, service and organizations. പല ബുക്സിലും പല ഓതേഴ്സും പല രീതിയിൽ നമ്മുടെ പ്രൊജക്ടിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Then Ainsworth 1984 പറഞ്ഞിട്ടുള്ളത് a project is a solution to a problem. സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണല്ലേ, ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഒരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു ബിസിനസിന്റെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് പ്രോജക്ട്. Then Project Management Institute ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? Any undertaking with a defined starting point and defined objective involves a variety of resources and is unique. ഇവിടെ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു പ്രോജക്റ്റിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? Any undertaking with a defined starting point and defined objectives. ഏത് തരത്തിലുള്ള ഒരു അണ്ടർടേക്കിംഗ് ആകട്ടെ, ഡിഫൈൻഡ് ആയിട്ടൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും, അതേപോലെ തന്നെ ഓൾറെഡി ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് കാണും. ദെൻ ഇൻവോൾവ് എ വെറൈറ്റി ഓഫ് റിസോഴ്സസ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു പ്രൊജക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഫ്രം ദ അബവ് ഡെഫിനിഷൻസ് it can be concluded that a project is a specific task with well-defined objectives which require certain time and resource for its implementation, which can be reasonably planned and appraised in advance and also can be evaluated as an independent work unit. So, a project may also be looked upon as a set of interrelated activities. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെയൊന്നും നമ്മൾ അധികം കാര്യങ്ങളൊന്നും കാണാതെ ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. So set of interrelated activities technically conceived involving the use of physical, human and financial resources in a phased manner over a period of time and aiming at the achievement of certain predefined objectives. അപ്പൊ ഒരു പ്രൊജക്ടിനകത്ത് എപ്പോഴും കുറച്ച് ഒബ്ജക്റ്റീവ്സ് കാണും, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് കാണും. ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പല ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസുകൾ എടുക്കും അല്ലെ, പല ആക്ടിവിറ്റീസും കൂടിയായിരിക്കും നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരുന്നത്. ആ ആക്ടിവിറ്റീസിനെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെയും നമ്മൾ മൊത്തത്തിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയാം ഒരു
പ്രൊജക്ട് എന്ന് പറയും. സോ നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊജക്ട്. പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒരു പ്രൊജക്ടിന് ഉള്ളത്? സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ട്സ് സിഗ്നിഫൈ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ പ്രൊജക്ട് തന്നെ പലതരത്തിലുള്ള പ്രൊജക്ടുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം പല പല പ്രൊജക്ടുകൾ. ഇപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രൊജക്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയെ ബേസ് ചെയ്താൽ ആ കമ്പനിയിൽ പുതിയൊരു പ്രൊഡക്റ്റ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് അവർ കൊണ്ടുവരികയാണ്. ആ ഒരു പുതിയ ന്യൂ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വേണമെങ്കിൽ അവർക്ക് ഒരു പ്രൊജക്ട് ആക്കാം, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മറ്റേതെങ്കിലും സ്ഥലത്ത് അവരുടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഓരോ പ്രൊജക്ടുകളാണ്. അപ്പോ പല ടൈപ്പ് ഓഫ് പ്രൊജക്ടുകൾ ഉണ്ടെങ്കിലും ഓരോ ടൈപ്പ് ഓഫ് പ്രൊജക്ടിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. കോമൺ ആയിട്ട് നമ്മുടെ പ്രൊജക്ടിന് വരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഓൾറെഡി പ്രൊജക്ട് എന്താണെന്ന് പറഞ്ഞു. ഒരു പ്രൊജക്ടിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കാണണം. ഒബ്ജക്റ്റീവ്സ് ഇല്ലാതെ നമുക്കൊരു പ്രൊജക്ട് വെക്കാൻ പറ്റില്ല. നമ്മളൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യം കാണും അല്ലെ. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ പ്രൊജക്ട് ഹാസ് എ വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സച്ച് ആസ് ജനറൽ എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫ് എ റീജിയൻ, ഡെവലപ്മെന്റ് ഓഫ് എ സ്പെസിഫിക് ഇൻഡസ്ട്രി, സെറ്റിംഗ് അപ്പ് എ പ്ലാന്റ്, കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്. പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സും വരാം അല്ലെ. പല പ്രൊജക്ടുകൾക്ക് പല ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ജനറൽ എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ട്, അത് ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ ആയിരിക്കും അല്ലെ. പിന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫ് എ റീജിയൻ, ഒരു സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ കാണും. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് എ സ്പെസിഫിക് ഇൻഡസ്ട്രി, സെറ്റിംഗ് അപ്പ് എ പ്ലാന്റ്. ഇപ്പോ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതോ, ഇതെല്ലാം ഒരു പ്രൊജക്ടിന്റെ ഓബ്ജക്റ്റീവ്സ് ആയിട്ട് വരാം. അത് ഓരോ പ്രൊജക്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡ് വൺ ആണ് ടാസ്ക് ആൻഡ് വർക്ക് കണ്ടന്റ്. എ പ്രോജക്ട് കൺസിസ്റ്റ് ഓഫ് certain specific task with a specific work content. ഇപ്പൊ ഒരു പ്രൊജക്ടിനകത്ത് പല പല ടാസ്കുകൾ ഉണ്ട് അല്ലെ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് ടാസ്കുകളും ഒരുപാട് സ്റ്റെപ്പുകളും ഒരുപാട് വർക്കുകളും ഒക്കെ അതിന്റെ അകത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം ആ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നത് നമ്മുടെ ഒരു ഗോളാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ കംപ്ലീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് ടാസ്കുകൾ അതിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ടാസ്ക് ആൻഡ് വർക്ക് കണ്ടന്റ്. ഒരു പ്രൊജക്ട്, ഇനി അത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രൊജക്ട് തന്നെ ആകണമെന്നില്ല. ഏതൊരു പ്രൊജക്ട് എടുത്താലും അതിനൊരു ഗോളും ഒബ്ജക്റ്റീവും കാണും. അതേപോലെ തന്നെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് പല പല ടാസ്കുകളും ഉണ്ടാകും. സോ എ പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് certain specific task with a specific work content. ഓരോ ടാസ്കിനകത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ ആണ് നോൺ റൊട്ടീൻ ആൻഡ് നോൺ റെപ്പിറ്റേറ്റീവ്. ദി പ്രോജക്ട് ആക്ടിവിറ്റീസ് ഇൻ മോസ്റ്റ് കേസസ് നോൺ റൊട്ടീൻ ആൻഡ് നോൺ റെപ്പിറ്റേറ്റീവ്. ഒരു പ്രോജക്ട് എന്ന് പറഞ്ഞാൽ നോർമലി നോൺ റെപ്പിറ്റേറ്റീവ് ആയിരിക്കും. കാരണം നമുക്കൊരു ലക്ഷ്യം കാണും, ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത ഒബ്ജക്റ്റീവ് ആണ്. അടുത്ത ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ മറ്റൊരു പ്രൊജക്ട് ആയിരിക്കും വേണ്ടത്. നോർമലി പ്രൊജക്ടുകളൊക്കെ നോൺ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ടുകളായിരിക്കും, നോൺ റുട്ടീൻ ആയിരിക്കും. വൺ ടൈം ആയിട്ട് നമ്മൾ എടുക്കുന്ന പ്രൊജക്ടുകൾ ആകാനാണ് കൂടുതൽ ചാൻസ്. ചില കേസസിൽ മാത്രം നമുക്ക് പ്രൊജക്ടുകളെ വേണമെങ്കിൽ റെപ്പിറ്റേറ്റീവ് പ്രൊജക്ടുകളും വരാറുണ്ട്. എന്നിരുന്നാലും കോമൺ ആയിട്ട് നമ്മൾ നോക്കിയാൽ ഈ പ്രൊജക്ടിനകത്ത് വരുന്ന ആക്ടിവിറ്റീസും എല്ലാം നോൺ റൊട്ടീൻ ആയിട്ടും നോൺ റെപ്പിറ്റേറ്റീവുമായിട്ടും ഒക്കെയാണ് വരുന്നത്. സോ ദീസ് ആക്ടിവിറ്റീസ് ആർ അറ്റ് ദ സെയിം ടൈം ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപെൻഡന്റ്. ഒരു പ്രൊജക്ടിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നോൺ റുട്ടീൻ ആണ്, നോൺ റെപ്പിറ്റേറ്റീവ് ആണ്. പക്ഷേ അതെല്ലാം ഇന്റർ റിലേറ്റഡും ഇന്റർ ഡിപെൻഡന്റുമാണ്. ഈ ആക്ടിവിറ്റീസ് തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും, ഇന്റർ ഡിപെൻഡന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും. പക്ഷേ ഈ ആക്ടിവിറ്റീസ് ഒന്നും റെപ്പിറ്റേറ്റീവ് അല്ല, റുട്ടീൻ ആയിട്ട്, അതായത് നമ്മൾ ഡെയിലി ഈ സെയിം ആക്ടിവിറ്റീസ് തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ സെയിം ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ആക്ടിവിറ്റീസ് എല്ലാം തമ്മിൽ, ഒരു പ്രോജക്റ്റിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് തമ്മിൽ ഇന്റർ റിലേഷൻ ഉണ്ട്. Then planning in advance. In order that a project may be completed within the resources provided and time schedule, it requires planning in advance. ഒരു പ്രൊജക്ടിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടതാണ് പ്ലാൻ. നമ്മുടെ മുന്നിൽ നമ്മളൊരു വീട് വെക്കുകയാണ്, അതൊരു പ്രൊജക്ട് ആണെങ്കിൽ അതിന് നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കും അല്ലെ. നമുക്കൊരു പ്ലാൻ കാണാം. ആ ഒരു പ്ലാനിന്റെ അകത്ത്
എങ്ങനെയായിരിക്കും ആ ഒരു വീട് വെക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലെ കംപ്ലീറ്റ് കാര്യങ്ങളും കാണും. എത്ര നാളിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യാറുള്ളത്. ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടൊരു പ്ലാൻ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം നമ്മുടെ മുന്നിൽ കാണും, അതിനുള്ള റിസോഴ്സുകളും കാണും. ഈ സമയത്തിനും ഈ റിസോഴ്സിനും ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഈ പ്രൊജക്ടിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതാണ് നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടൈം ഷെഡ്യൂൾ. A project is expected to be completed within a specific and predetermined period of time. It has a definite date of commencement and a definite date of completion. ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രോപ്പർ ഡിഫൈൻഡ് ടൈം പീരീഡ് കാണും. ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അതായത് എത്ര ടൈമിനുള്ളിൽ ഈ പ്രോജക്ട് നമുക്ക് ചെയ്ത് തീർക്കാം എന്ന് നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. ആ എസ്റ്റിമേറ്റിന്റെ ബേസിൽ നമ്മളൊരു ഡേറ്റ് ഓഫ് കമൻസ്മെന്റും ഡേറ്റ് ഓഫ് കംപ്ലീഷനും ഡിഫൈൻ ചെയ്യും. അതായത് എന്ന് പ്രൊജക്ട് നമ്മൾ തുടങ്ങും, ഇത് എന്ന് കംപ്ലീറ്റഡ് ആകും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കും. ദെൻ റിസോഴ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു. നമുക്കൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? റിസോഴ്സുകൾ ആവശ്യമാണ്, അല്ലെ? സോ ഈച്ച് പ്രൊജക്ട് ഹാസ് എ സ്പെസിഫിക് റിക്വയർമെന്റ് ഓഫ് റിസോഴ്സസ്. എ പ്രയർ എസ്റ്റിമേറ്റ് ഓഫ് റിസോഴ്സസ് റിക്വയർഡ് at different stages of its implementation is made with the help of experts. ഒരു പ്രൊജക്ടിന്റെ പല പല സ്റ്റേജിലും നമുക്ക് റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരും. ആ ഒരു റിസോഴ്സുകൾ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത് വെക്കാറുണ്ട്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരം റിസോഴ്സുകൾ ഉണ്ട്, അല്ലെ? മണി ആകാം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആകാം. ഏത് തരത്തിലുള്ള റിസോഴ്സ് ആണെങ്കിലും നമുക്കൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ റിസോഴ്സുകൾ അത്യാവശ്യമായിട്ട് വേണം. Then project as an investment. A project may also be identified as an investment. In this sense, a project in private sector or a commercial project is expected to generate adequate return on investment, while a project in service sector, a social welfare project, or a project in public sector may be expected apart from economic considerations to meet the social objectives. നമ്മളൊരു പ്രൊജക്ടിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിലും കണക്കാക്കാം. ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്, ആ ഒരു പ്രോജക്റ്റിനെ നമുക്ക് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഇപ്പൊ ഒരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സെക്ടറിലുള്ള ഒരു പ്രൊജക്ട് ആണെങ്കിൽ ആ ഒരു പ്രൊജക്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ആഡ്വേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ആ ഒരു പ്രൊജക്റ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് റിട്ടേൺ, തിരിച്ച് ആഡ്വേറ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടണം, അല്ലെ? ഇപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് നമ്മൾ പണിയുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തു, ഇതെല്ലാം ഒരു പ്രൊജക്റ്റ് ആയിട്ട് എടുത്താൽ അതിൽ നമ്മൾ കുറെ റിസോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഈ റിസോഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ആ റിസോഴ്സുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ അതിൽ നിന്നൊരു റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് അവർ പുതിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബ്രാഞ്ച് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവരുടെ എയിം എന്താണ്? ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതിൽ നിന്ന് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതൊരു പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രൊജക്ട് ആണെങ്കിലോ, കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളുടെ മെയിൻ എക്സ്പെക്ടേഷൻ റവന്യൂ കിട്ടണമെന്നാണ്. ഇനി ഇതൊരു സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ പ്രൊജക്ട് ആണെങ്കിൽ അവർക്ക് ഈ ഒരു എക്കണോമിക് കൺസിഡറേഷനിലുപരി സോഷ്യൽ ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്യുക, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ? സോഷ്യൽ ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്യണം എന്നതായിരിക്കും അവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പബ്ലിക് സെക്ടർ പ്രൊജക്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ലൈഫ് സൈക്കിൾ. A project has a well-defined life cycle, starting with project conception and project formulation and ending with implementation and exposed evaluation of results of the project. ഏതൊരു പ്രൊജക്ടിനും അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. പ്രോജക്ട് ലൈഫ് സൈക്കിൾ എന്താണെന്ന് ആ ഒരു പ്രോജക്ട് ലൈഫ് സൈക്കിളിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസും ഒക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഏതൊരു പ്രോജക്ടിനും വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ലൈഫ് സൈക്കിൾ കാണും.
ഈ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ആ ഒരു പ്രൊജക്ട് എന്നൊരു കോൺസെപ്റ്റ് അവർക്ക് കിട്ടുന്നത് തൊട്ട് പ്രൊജക്ട് കോൺസെപ്ഷൻ ആൻഡ് പ്രൊജക്ട് ഫോർമുലേഷൻ. നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു, ഒരു പ്രൊജക്ട് ഫോർമുലേറ്റ് ചെയ്തു. ആ ഒരു പ്രൊജക്ട് ഫോർമുലേറ്റ് ചെയ്തത് തൊട്ട് എവിടെ വരെ ആയിരിക്കും? പ്രൊജക്ട് എൻഡ് ചെയ്യുന്നത് വരെ അല്ലെ? പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തു, ദെൻ എക്സ്പോസ്റ്റ് ഇവാലുവേഷൻ ഓഫ് ദ പ്രൊജക്ട് വരെയാണ്. എക്സ്പോസ്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രൊജക്ടിന്റെ ഇവാലുവേഷൻ നമ്മൾ നടത്താറുണ്ട് അല്ലെ? നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള റിസൾട്ടുകൾ കിട്ടിയോ, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ പറ്റിയോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. സോ ഒരു പ്രോജക്ട് ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് തൊട്ട് പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ എക്സ്പോസ്ഡ് ഇവാലുവേഷൻ വരെയുള്ള കാര്യങ്ങളായിരിക്കും പ്രോജക്ട് ലൈഫ് സൈക്കിളിൽ വരുന്നത്. The next one, justification. Every project, big or small, must have a justification for being undertaken. Appraisal of the project is done to determine its suitability, feasibility and what? Viability and to establish adequate justification for the project. നമ്മൾ ഏതൊരു പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും ആ ഒരു പ്രൊജക്ടിന്റെ ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടുമല്ലോ. അത് സ്മോൾ ആകട്ടെ ലാർജ് പ്രൊജക്ട് ആകട്ടെ, ഏതൊരു പ്രൊജക്ട് ആണെങ്കിലും അതിനെ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഒരു പ്രൊജക്ടിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ആ പ്രൊജക്ട് അപ്രൈസൽ നടത്തുന്നത്. ഈ ഒരു പ്രൊജക്ട് ഫീസിബിൾ ആണോ? ഫീസിബിലിറ്റി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? പലതരം പ്രൊജക്ട് അപ്രൈസലുകൾ ചെയ്യാറുണ്ട്. ഈ പ്രൊജക്ട് അപ്രൈസലും ഫീസിബിലിറ്റി സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ എടുക്കണോ, അണ്ടർടേക്ക് ചെയ്യണോ വേണ്ടായോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോ ഒരു പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആ പ്രൊജക്ട് പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു പ്രൊജക്ട് എന്നൊരു ഐഡിയയിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോസിബിൾ ആണോ, പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യും. ആ ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ പ്രൊജക്ട് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് പെർഫോമൻസ് മെഷർമെന്റ്. The performance of a project is difficult to measure and predict during implementation. It can be judged only after completion. Thus, a project requires continuous monitoring of the progress during implementation. പ്രോജക്റ്റിന്റെ പെർഫോമൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഷർ ചെയ്യണം അല്ലെ? പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഈ ഒരു പ്രൊജക്ട് പോകുന്ന സമയത്ത് പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷർമെന്റ്സ്, പെർഫോമൻസ് ഇവാലുവേഷൻ, പലതരം പെർഫോമൻസ് ഇവാലുവേഷൻ ടെക്നിക്കുകൾ ഉണ്ട്. ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ ടെക്നിക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. കാരണം നമ്മൾ ആ പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ അനുസരിച്ച് തന്നെയാണോ എന്നറിയണമെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ആ സമയത്തായിരിക്കും എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിലോ ആ പ്രൊജക്റ്റിൽ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പാത്തിൽ കൂടിയല്ല പ്രൊജക്ട് പോകുന്നത് എന്ന് മനസ്സിലായാൽ നമുക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനും പറ്റും. നമ്മൾ ഇത്രയും പറഞ്ഞത് ഒരു കോമൺ ആയിട്ട് വരുന്ന പ്രൊജക്ടിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് നോക്കിയാൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ? യെസ്, സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് എയിം ടു ഇംപ്രൂവ് ദി വെൽ ബീയിങ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ബൈ അഡ്രസിംഗ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. നമുക്ക് പ്രോജക്റ്റുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ, കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകളും അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റുകളും, അങ്ങനെ പല തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ട്. സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ വെൽബീയിങ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് by addressing social, economic and environmental issues. അവിടെ മെയിൻ ഫോക്കസ് വരുന്നത് എവിടെയാണ്? സൊസൈറ്റി അല്ലെ, സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എക്കണോമിക്കൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ നമ്മളുടെ വെൽബീയിങ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് എന്ന് നമുക്ക് പറയാം. സോ സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റിന്റെ മെയിൻ ഫീച്ചേഴ്സിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, കമ്മ്യൂണിറ്റി സെന്റേർഡ് അപ്രോച്ച്. It involved active community participation and empowerment to ensure projects align with the local needs. ഇവിടെ സോഷ്യൽ
ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? കമ്മ്യൂണിറ്റി സെന്റേർഡ് അപ്രോച്ച് ആയിരിക്കും അല്ലെ. ലോക്കൽ നീഡുകൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യമായിരിക്കില്ല സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾക്ക് വരുന്നത്. അവിടെ സൊസൈറ്റിയുടെ നീഡുകൾ എന്താണ്, ആ നീഡ്സ് മനസ്സിലാക്കി അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി ആ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാനായിരിക്കും നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Then focus on inclusivity and equity. They target marginalized group and work to reduce social and economic inequality. നോർമലി നമ്മുടെ സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെ മറ്റും ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഗവൺമെന്റ് തന്നെ പലതരം പ്രൊജക്ടുകൾ ഏറ്റെടുക്കാറുണ്ട് അല്ലെ. ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ, ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെവലപ്മെന്റുകൾ വരുത്താനായിട്ട് പലതരം മെഷേഴ്സ് ഗവൺമെന്റ് എടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻഇക്വാലിറ്റീസിനെ റെഡ്യൂസ് ചെയ്യാനും സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ കൊണ്ടുവരാറുണ്ട്. ദെൻ സസ്റ്റൈനബിലിറ്റി. നമുക്കറിയാം ഏതൊരു സോഷ്യലുമായിട്ട് റിലേറ്റ്, അതായത് സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊരു കാര്യം എടുത്താലും ഇപ്പോ റീസെന്റ് ആയിട്ട് സസ്റ്റൈനബിലിറ്റിക്കാണ് അല്ലെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. സോ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് ടേം ഇമ്പാക്ട് അല്ലെ. ഒരു ലോങ് ടേം ഇമ്പാക്ട്. നമ്മളൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ ആ ഒരു പ്രൊജക്ട് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു ലോങ് ടേം ഇമ്പാക്ട് സൊസൈറ്റിക്ക് കിട്ടണം. എന്നാൽ അത് സൊസൈറ്റിയെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാനും പാടില്ല. സോ it aims for long term impact, ensuring projects continue to benefit communities after completion. ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ലോങ് ടേമിലേക്ക് കമ്മ്യൂണിറ്റിയെ അത് എന്ത് ചെയ്തിരിക്കണം, അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിരിക്കണം. ദെൻ മൾട്ടി ഡയമെൻഷണൽ ഗോൾസ്. സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. പലതരം ഗോളുകൾ വരാം, പല ഡയമെൻഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കറിയാം പല ആസ്പെക്ടുകൾ, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എക്കണോമിക് ഡെവലപ്മെന്റ്, അങ്ങനെ ഒരു സൊസൈറ്റിയെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണോ ഫോക്കസ് കൊടുക്കേണ്ടത് ആ ഓരോ ഏരിയാസിനെയും നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് വഴി എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇറ്റ് അഡ്രസ് various aspects like health, education and economic development for overall improvement. Then collaboration and partnership. Social development project like വരുമ്പോൾ it involve multiple stakeholders. Government വരാം, non government organization, private sector for shared resources and expertise. നമ്മളൊരു സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഒരു മറ്റേതെങ്കിലും ഒരു പാർട്ടീസുമായിട്ട് കൊളാബറേഷനോ പാർട്ണർഷിപ്പിന്റെ ഒക്കെ ആവശ്യമായിട്ട് വരും. ഇപ്പൊ നോർമലി ഗവൺമെന്റ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ടുകൾ അണ്ടർടേക്ക് ചെയ്യാറുള്ളത്. എന്നിരുന്നാലും ഗവൺമെന്റ് ചില സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസുമായിട്ടും പ്രൈവറ്റ് പാർട്ടീസുമായിട്ടും ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടും സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ദെൻ നീഡ് അസസ്മെന്റ് ആൻഡ് പ്ലാനിംഗ്. ഏറ്റവും ബേസ് ആയിട്ട് നമ്മുടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? ഡേറ്റ കളക്ഷൻ ടു ഐഡന്റിഫൈ കമ്മ്യൂണിറ്റി നീഡ്സ് ആൻഡ് ടൈലർ സൊല്യൂഷൻസ് അക്കോർഡിംഗ്ലി. നമ്മളുടെ സൊസൈറ്റിയുടെ നീഡുകൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ നീഡുകൾ ആദ്യം മനസ്സിലാക്കും അല്ലെ. ആ ഒരു അവരുടെ നീഡ് എന്താണ് എന്നറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് ആ ഒരു സൊസൈറ്റിയുടെ നീഡ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ദെൻ ആ ഒരു നീഡിനെ അഡ്രസ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. Then capacity building. So social development projects focus on skill development and strengthening local institutions for sustainable impact. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഒന്ന് സസ്റ്റൈനബിൾ ആക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു കപ്പാസിറ്റി ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. Then monitoring, evaluation and accountability. Then ensures regular tracking of progress and transparency through evaluation process. നമ്മൾ ഇതിപ്പോ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട് എന്നല്ല, ഏതൊരു പ്രോജക്ട് എടുത്താലും അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ പ്രോജക്ടിന്റെ മോണിറ്ററിംഗും ഇവാലുവേഷനും അക്കൗണ്ടബിലിറ്റീസും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകണം. അതിനെ ഇവാലുവേഷൻ നടത്തണം. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയോ, ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആൻസറബിലിറ്റി എന്ന് നമുക്ക് പറയാം അല്ലെ. ഇപ്പം സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ടുകളാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോടായിരിക്കും ആൻസറബിൾ ആകുന്നത്. സോ ഈ തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റീസും ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. Then use of innovative approaches and
ടെക്നോളജീസ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയുടെ സോഷ്യൽ ചലഞ്ചുകളെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ടെക്നോളജീസും സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസും പിന്നെ അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് അപ്രോച്ചുകളും ഒക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Then focus on social justice. It promotes human rights, equality and advocacy for policy reform benefiting disadvantaged groups. സോഷ്യൽ ജസ്റ്റിസിനായിരിക്കും എപ്പോഴും സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അല്ലെ. അതായത് സൊസൈറ്റിയിൽ നമ്മൾ ഓൾറെഡി നേരത്തെയും ഈ ഒരു പോയിന്റ് പറഞ്ഞതാണ്, ഒരു ഇൻഇക്വാളിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യണം. സോഷ്യൽ ജസ്റ്റിസ്, അവിടെ ഒരു ഈക്വൽ ജസ്റ്റിസ് എല്ലായിടത്തും കിട്ടണം. സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. നമുക്ക് നോക്കാം ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രോജക്ട് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ പ്രൈവറ്റ് പ്രോജക്റ്റുകളെ പറയാം. ഡെവലപ്മെന്റൽ പ്രോജക്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രിയൽ പ്രോജക്ട് എന്ന് പറയുമ്പോൾ സ്കെയിൽ ഓഫ് പ്രോജക്ട് ലിമിറ്റഡ് ആയിരിക്കും, അതായത് ആ ഒരു സ്കോപ്പ് ലിമിറ്റഡ് ആയിരിക്കും. ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളാകുമ്പോൾ കുറച്ചും കൂടി വൈഡർ സ്കോപ്പ് ആയിരിക്കും അല്ലെ. പ്രൊമോട്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ പ്രോജക്ടിന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും ആരായിരിക്കും വരുന്നത്? ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ആയിരിക്കും. പക്ഷേ ഡെവലപ്മെന്റ് പ്രോജക്റ്റില് മെയിൻ പ്രൊമോട്ടേഴ്സ് എപ്പോഴും ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ എടുക്കാറുള്ളത് ആരാണ്? ഗവൺമെന്റ് ആണ് അല്ലെ. ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. സോ അവിടുത്തെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ, അതേപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും വരാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റും ജസ്റ്റേഷൻ പീരീഡും എടുത്താൽ സോഷ്യൽ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു പീരീഡോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റോ ടൈം പീരീഡോ പറയാനായിട്ട് പറ്റില്ല. കാരണം അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. പല പ്രോജക്റ്റുകൾക്ക് ചിലത് ഷോർട്ട് ടേം പ്രോജക്റ്റുകൾ കാണും, ചിലത് ലോങ് ടേം പ്രോജക്റ്റുകൾ കാണും. പക്ഷേ ഡെവലപ്മെന്റൽ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ പ്രത്യേകത അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റും ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ഹൈ ജസ്റ്റേഷൻ പീരീഡും ആയിരിക്കും. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്ട് ഉണ്ടല്ലേ. ഇപ്പൊ ഒരു സ്കൂൾ പണിയുക അല്ലെങ്കിൽ ഒരു പാലം പണിയുക, ഇതെല്ലാം സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിൽ വരുന്നതാണ്. അതിന്റെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ടൈം, ആ ഒരു പ്രോജക്റ്റിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നമുക്ക് ഒരു ചെറിയ കാലഘട്ടം കൊണ്ടൊന്നും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രോജക്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ പലതരത്തിലുണ്ട്. ഷോർട്ട് ടേം പ്രോജക്റ്റുകളും ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം പ്രോജക്റ്റുകളും വരാറുണ്ട്. സോ നമ്മുടെ ബാലൻസ് പ്രോഫിറ്റബിലിറ്റി തൊട്ടുള്ള ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.